ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കജാരിയ വിട്രോനൈറ്റിന്റെ 15mm തിക്നെസ് ഉള്ള 6x4 സ്ലാബ്സ് ആണ്. അപ്പോൾ എൻ്റെ പുറയിൽ ഈ കാണുന്നത് എല്ലാം 6x4 സ്ലാബാന്ന് കണ്ടാൽ അറിയാം, പക്ഷേ ഇത് 15mm തിക് കജാരിയയുടെ വിട്രോനൈറ്റ് സീരീസിലെ സ്ലാബ്സ് ആണ്. സോ ഇതിനകത്ത് മറ്റുള്ള 8mm എന്തുവാണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ട് മേജർ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പ്രിന്റിങ്ങിലും പോളിഷിലും, ഒന്ന് അതിൻ്റെ സൈസിലുമാണ്. അതപ്പോൾ റിജിഡ് ബോഡി വിട്രിഫൈഡ് ടൈപ്പ് ഓഫ് വിട്രിഫിക്കേഷനിലാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്ലിപ്സിലേക്ക് പോകാം. അമേസിംഗ് കളക്ഷൻ നിങ്ങൾക്ക് നേരിട്ട് കാണാം. 20ഓളം മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് കാണും, അല്ലെങ്കിൽ ട്രാൻസിറ്റിൽ കാണും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിരിക്കുവാണെങ്കിൽ 6x4 തന്നെ വിരിക്കണം. 6x4 വിരിക്കാൻ തീരുമാനിച്ചാൽ ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും 15mm തിക് മെറ്റീരിയൽസ് പ്ലാൻ ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 15mm തിക്നെസ്സിൽ നമ്മൾ രണ്ട് കാര്യം പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യമാണ് അതിൻ്റെ ടൈപ്പ് ഓഫ് വിട്രിഫിക്കേഷൻ. സോ 15mm തിക് ടൈൽസ് റിജിഡ് ബോഡി വിട്രിഫൈഡ് ആണ്. അതേസമയം 9mm തിക്നെസ് ഉള്ള ടൈല്, നോർമൽ നമ്മുടെ ഇറ്റർണിറ്റി റേഞ്ചിൽ വരുന്ന ടൈല്, അത് ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ് ആണ്. റിജിഡ് ബോഡി വിട്രിഫൈഡിനകത്ത് ഈ എൻഡ് മുതൽ താഴത്തെ എൻഡും സെൻറ്ററും ഇതെല്ലാം 180 ഡിഗ്രി സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷേ 9mm തിക്നെസ്സിൽ വരുന്ന ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ്സിനകത്ത് എപ്പോഴും സെൻറ്ററിൽ ഒരു ബൾജ് കാണും. ഈ സെൻറ്ററിലെ ബൾജ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഒരു നാനോമില്ലിമീറ്റർ ബൾജ് അവിടെ ഉണ്ട്. അത് കമ്പനീസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ടൈൽ അഡ്ഹസീവ്സ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. സോ ഈ പശകൾ എങ്ങനെ ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുമെന്ന് കമ്പനീസിന് അറിയത്തില്ല. ഇത് ഒട്ടിക്കഴിഞ്ഞ് ഈ പശ താഴോട്ട് ചുരുങ്ങിയ സെന്ററിൽ ബൾജ് ചെയ്തില്ലെങ്കിൽ ഈ ടൈല് അകത്തോട്ട് കേവിൻ ചെയ്യും. സോ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈലിനെക്കാട്ടിലും മോശമാണ് കേവിൻ ചെയ്ത ടൈല്. സോ അതുകൊണ്ടാണ് ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ്സിനകത്ത് ഒരു ബൾജ് ഉള്ളത്. 15mm തിക് റിജിഡ് ബോഡി വിട്രിഫൈഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ബൾജ് കമ്പനിക്ക് കൊടുക്കേണ്ട. കാരണം പശ ഇനി എത്ര സ്ട്രോങ് ആണെങ്കിലും 15mm തിക് ടൈലിനെ അതിന് വളയ്ക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് പ്രൊഫൈലാണ്. സോ അതാണ് 15mm തിക്നെസ് ഉള്ള ടൈൽസ് ഉപയോഗിച്ചാലുള്ള നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അതായത് 100% ഫ്ലാറ്റ് സർഫേസസ്. സോ 15mm സ്ലാബ് ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ നമ്മുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 15mm തിക്നെസ് ആണ്. സോ 15mm തിക്നെസ് ഉള്ളപ്പം ഇതിനെ പോളിഷ് ചെയ്യുന്നത് ഒരു ഹൈ പ്രഷർ, ഹൈ RPM റോബോട്ടിക് മോട്ടറാണ് ഇതിനെ പ്രഷറൈസ് ചെയ്ത് പോളിഷ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പോളിഷ് എത്ര ബ്യൂട്ടിഫുൾ ആവണോ അത്രയും മോട്ടറിന് പ്രഷർ കൂടണം. ഇപ്പം നോർമൽ 8mm ടൈലിനകത്ത് നമുക്ക് ഒരു മോട്ടറിനകത്ത് പ്രഷർ ഒരുപാട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ 15mm തിക്നെസ് ആഡിക്വേറ്റ് തിക്നെസ് ആണ്, മോട്ടറിന് മാക്സ് പ്രഷറിൽ പോളിഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ജനറലി നോക്കിയാൽ മതി, 9mm തിക്നെസ് ഉള്ള ടൈൽസിനെക്കാട്ടിലും എപ്പോഴും 15mm തിക്നെസ് ഉള്ള ടൈലിന് എപ്പോഴും പോളിഷ് ക്വാളിറ്റി അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഡെപ്ത് കൂടുതലായിരിക്കും. സോ ഒരു പോളിഷ് ടൈലിന് അതിന്റെ വാല്യൂ കൂടുന്നത് അതിന്റെ വിഷ്വൽ ഡെപ്ത് കൂടുമ്പോഴാണ്. നമ്മുടെ മുമ്പ് ഒരു വീഡിയോ ആയ വിഷ്വൽ വെയിറ്റ് ഓഫ് ദ ടൈൽസ് എന്ന് പറയുന്ന എപ്പിസോഡിനകത്ത് ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെ ഇവിടെ അപ്ലൈ ആവുന്ന ടൈലിന് തിക്നെസ് കൂടുന്നു, മോട്ടറിന് പ്രഷർ കൂടുന്നു, ടൈലിന്റെ പോളിഷിന്റെ ക്വാളിറ്റിയും കൂടുന്നു, ഡെപ്തും കൂടുന്നു, അൾട്ടിമേറ്റ് ലുക്കും കൂടുന്നു. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ബെനിഫിറ്റ്. ഇനി ഇത് കൂടാതെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രൈസ് കൂടുതലാണ്. ഉപയോഗിച്ചേക്കുന്ന എല്ലാ മെറ്റീരിയലും, റോ മെറ്റീരിയൽസ് എല്ലാം ടോപ്പ് ക്ലാസ് മെറ്റീരിയൽ ആണ്. പിന്നെ അത് മാത്രമല്ല, കമ്പനി ഇത് ഇത്രയും ഹൈ റേറ്റിന് ഇത് വിൽക്കാൻ പറ്റുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളക്ഷൻ നമ്മുടെ നോർമൽ ടൈൽസ് കളക്ഷൻ പോലെ അല്ല. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ നോർമലി കാണുന്ന കളേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നോർമലി ടൈൽസിൽ കാണുന്ന ഷെയ്ഡ്സ് ഓരോ മെറ്റീരിയലിൻ്റെ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ കാസ്പിയൻ സി എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡുണ്ട്. ഞാൻ 25 ഇയേഴ്സ് ആയിട്ട് ഈ ബിസിനസ്സിലുണ്ട്. ഇതേപോലെ ഒരു ഷെയ്ഡും ഇത്രയും ലോ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നോർമൽ കമ്പനീസ് നോർമൽ വിലയ്ക്ക് മാസ് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവർ ഒരിക്കലും ഈ കളേഴ്സ് വെച്ച് റിസ്ക് എടുക്കത്തില്ല. പക്ഷേ ഇത് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ബ്രേസിയ അറോറ. സോ ബ്രേസിയ അറോറ നമുക്കറിയാം ഏതൊരു ടൈൽ കമ്പനിയുടെയും കളക്ഷന്റെ സ്റ്റേപ്പിൾ മെറ്റീരിയൽ ആണ് ബ്രേസിയ അറോറ. പക്ഷേ ഇങ്ങനൊരു ബ്രേസിയ അറോറ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല. വളരെ സബ്ഡ്യൂട്ട് കളേഴ്സ് ആണ്, വളരെ എലഗന്റ് ആണ്, ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ. ഇതേപോലെ നമ്മൾ എല്ലാം ഓരോന്നോരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും എനിക്ക് ഇതേ പറയാനുള്ളൂ. മാർക്കറ്റിലുള്ള മറ്റ് ടൈൽസിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ, എസ്പെഷ്യലി ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇമ്പീരിയൽ ലൈറ്റ് എന്ന് പറയുന്ന ഈ ടൈൽ. പക്ഷേ ഇത് ഈ ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യത്തില്ല. കാരണം ഇത് ലോ കോൺട്രാസ്റ്റ് ആണ്, വളരെ ലൈറ്റ് കളർ ടൈൽസ് ആണ്. സോ വളരെ പ്രീമിയം ലുക്കാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സിനിമ രീതിയിലുള്ള ലൈറ്റിംഗ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് യു ക്യാൻ ഓൾവേസ് വിസിറ്റ് ദ ഷോറൂം AV ടൈൽസ് ആൻഡ് സാനിറ്ററി, തട്ടാമല, കൊല്ലം. 20ഓളം ഡിസൈൻ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്, സ്റ്റോക്കും ഉണ്ട്, ട്രാൻസിറ്റിലും ഉണ്ട്. സോ യു വിൽ നെവർ ഫോൾ ഷോർട്ട് ഓഫ് എനി ടൈൽസ് ഹിയർ. സോ ഇനി നമുക്ക് ക്ലിപ്സിലേക്ക് പോവാം, ഈ ടൈൽസിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പക്ഷേ ആസ് അഗൈൻ ഈ ടൈൽസ് ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഷോറൂമിൽ വന്ന് തന്നെ കാണേണ്ടി വരും.